കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അവരുടെ ആവശ്യമുള്ള ദൈവത്തിന് മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിച്ച ദൈവത്തിന് വലിയ കൃപയ്ക്കും കരുണയ്ക്കും ദയയ്ക്കുമായി ഇത് വളക്കാലം നന്ദിയോടെ സ്തുതിക്കും. കർത്താവിൻ്റെ വചനം വായിക്കുന്തോറും ധ്യാനിക്കുന്തോറും പഠിക്കുന്തോറും എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവരൂപം അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് ഒരുക്കുന്ന വിലയേറിയ സമയത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസല്ലോ. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നതിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്നൊരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാദപ്പെടുത്തിയിരുന്നുകൊണ്ട് വചനം കേൾക്കുന്നതും പഠിക്കുന്നതും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായ കാര്യമാണ്, പ്രചോദനകരമായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ വരുന്നതായ ആശ്വാസ വചനങ്ങൾ. പ്രൈസലോ. ആ ആശ്വാസ വചനങ്ങളാണ് ഇന്ന് അനേകരെ എന്തിന് ആശ്വസിപ്പിക്കുന്നത്. ആശ്വാസമില്ലാത്ത ലോകത്തിൽ, കഷ്ടത നിറഞ്ഞ ലോകത്തിൽ, നെടുവീർപ്പുകളും ദുഃഖങ്ങളും വിലാപങ്ങളും കണ്ണുനീരും സങ്കടവും മാത്രം കൊണ്ട് നിറഞ്ഞതായ ഈ കാലഘട്ടത്തിൽ ഒരു ജീവിതത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിരിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആ വചനത്തിൽ കൂടി എന്ത് ആശ്വാസത്തിൻ്റെതായ വചനങ്ങൾ കേൾക്കുന്നു, ആശ്വാസത്തിൻ്റെതായ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും നിരാശയെല്ലാം മാറി, ദുഃഖങ്ങൾ മാറി, വേദനകൾ മാറി ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന ദിവസങ്ങളായി മാറ്റിയെടുക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കി തരുന്ന നല്ല സമയത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാരണം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇതൊരു പ്രസംഗ പരമ്പരയാണ്, അല്ലെങ്കിൽ വേദപഠന ക്ലാസ്സാണ്. പ്രൈസലോ. ദൈവത്തിൻ്റെ വചനത്തെ മാത്രം ആധാരമാക്കി ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൽ വചനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നെല്ലാം വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വേദപഠന ക്ലാസ് കൂടിയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നവരെ തുടർച്ചയായി ഈ വേദഭാഗങ്ങൾ മനസ്സിലാക്കി ആദ്യം ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഇന്ന് പലക്കാലം വീണ്ടും നിങ്ങളോട് നല്ല ബുദ്ധിയെ ഉപദേശിക്കുകയാണ്. ക്രമമായി കേൾക്കുക, ദൈവത്തിൻ്റെ വചനം പഠിക്കുക, ഗ്രഹിക്കുക, അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൻ്റെ പടയിലടിക്കുന്ന ഈ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവവചനം ഈ പഠനദാസ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വ്യത്യാസം വരുവാൻ, ഏറ്റവും വലിയ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നടത്തുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ലക്കത്തിൽ യെശയ്യാപ്രവചനത്തെക്കുറിച്ച് അല്പമായി സംസാരിക്കുവാൻ ദൈവമായ കർത്താവിടെ അവസരം തന്നു. ആ യെശയ്യാപ്രവചനത്തിൽ 66 പുസ്തകങ്ങൾ, ഹല്ലേലൂയ, 66 പുസ്തകത്തിൽ ഹല്ലേലൂയ 1292 വാക്യങ്ങൾ. യെശയ്യാവിൻ്റെ പുസ്തകം 66 അധ്യായങ്ങൾ, 66 അധ്യായങ്ങളിൽ കൂടി 1292 വാക്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിൽ 19 വാക്യങ്ങളാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് ശക്തി വെളിപ്പെടുത്തുന്നത്. വചനം എവിടെല്ലാം ക്രിയ ചെയ്യുന്നു, എവിടെല്ലാം പ്രവർത്തിക്കുന്നു, വചനം കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു, അവരുടെ ജീവിതത്തിലെത്തി എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ള കാര്യം പ്രൈസലോ ആ വചനത്തിൽ കൂടി മാത്രമാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസലോ. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം വചനങ്ങൾ കേൾക്കുക, ഹൃദ്യസ്ഥമാക്കുക. പ്രൈസലോ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ നഷ്ടമാക്കാതെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പഠിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ നഷ്ടമാക്കി കളയുവാനിടയാകാതെ വണ്ണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ദൈവനം പഠിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസലോ. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിൽ 66 പുസ്തകങ്ങളുണ്ട്. ആ 66 പുസ്തകങ്ങളിൽ യെശയ്യാവിൻ്റെ പ്രവചനം ഹല്ലേലൂയ ബൈബിളിൻ്റെ ഒരു ചെറിയ പ്രതിരൂപമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ 66 പുസ്തകങ്ങൾ, അതിൽ യെശയ്യാവിൻ്റെ പുസ്തകം അതിനകത്തും 66 അധ്യായങ്ങളുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പൊതുവേ വേദപണ്ഡിതന്മാർ പറയാറുണ്ട് സുവിശേഷങ്ങൾ 4, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷങ്ങൾ. എന്നാൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച്
യെശയ്യാ പ്രവചനം ഒരു സുവിശേഷത്തിൻ്റെതായ പ്രതിരൂപമായിട്ട് നിലകൊള്ളുന്നുണ്ട്. കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ചും മശിഹായെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചും എല്ലാം സവിസ്താരം പ്രസ്താവിക്കുന്ന ഒരു പുസ്തകമാണ് യെശയ്യാവിൻ്റെ പുസ്തകം. ആ യെശയ്യാ പ്രവചനം 9-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വിരണാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനന മരണ പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായ അതിമനോഹരമായൊരു പുസ്തകമാണ് യെശയ്യാവിൻ്റെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇതൊരു 5ാമത്തെ സുവിശേഷമായിട്ട് വേദപണ്ഡിതന്മാർ ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം യെശയ്യാ പ്രവചനം 53-ാം അധ്യായം നാം വായിക്കുമ്പോൾ കർത്താവിൻ്റെ കഷ്ടമരണങ്ങളുടേതായ അല്ലെങ്കിൽ ക്രൂശീകരണത്തിൽ പ്രൈസ് ദി ലോർഡ് കർത്താവ് സഹിച്ചതായ കഷ്ടതകൾ, പങ്കപ്പാടുകൾ, നിന്ദകൾ, അപമാനങ്ങൾ എന്നിവ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നമുക്ക് സവിസ്താരമായിട്ട് കാണുവാനും കഴിയുന്നുണ്ട്. ഭൂരിഭാഗം സഭകളിൽ തിരുവത്താഴ്ചകൾ നടത്തുമ്പോൾ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം വായിച്ച് തുടങ്ങുന്നതായിട്ട് പലപ്പോഴും ഒക്കെ കാണുവാനും കേൾക്കുവാനും ഒക്കെ അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ, യെശയ്യാവിൻ്റെ പുസ്തകത്തെ ഒരു 5ാമത്തെ സുവിശേഷമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് യെശയ്യാ പ്രവചനം നാം പഠിക്കുമ്പോൾ അതിൽ ബൈബിളും യെശയ്യാ പ്രവചനവുമായിട്ടുള്ളതായ താരതമ്യത്തെക്കുറിച്ച് അല്പനിമിഷം നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 66 അധ്യായങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആ 66 അധ്യായങ്ങൾ 2 വിഭാഗങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. ആദ്യ ഭാഗം 39 അധ്യായങ്ങൾ, 2ാം ഭാഗം 27 അധ്യായങ്ങൾ, അങ്ങനെ 66 അധ്യായങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതിൽ 1 മുതൽ 35 വരെയുള്ളതായ അധ്യായങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം മുതൽ 39 വരെയുള്ളതായ അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി 2ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ 40-ാം അധ്യായം മുതൽ 66 വരെയുള്ളതായ അധ്യായങ്ങൾ തൻ്റെ ദാസനിലൂടെ ഭാവിയിൽ രക്ഷ വാഗ്ദത്തം ചെയ്യുന്നു. ഹല്ലേലൂയ. 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പ്രസ്താവിക്കുമ്പോൾ 40-ാം അധ്യായം മുതൽ 66 വരെയുള്ളതായ അധ്യായങ്ങളിൽ തൻ്റെ ദാസനിലൂടെ ഭാവിയിൽ രക്ഷ വാഗ്ദത്തം ചെയ്യുന്നു. ഞാൻ 5-ാം ഭാഗം വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തോടുള്ളതായ മത്സരത്തിൻ്റെ വിവരണത്തോടെ ആരംഭിച്ച് ഇസ്രായേലിനെ യഥാസ്ഥാനത്തെത്തിക്കുമെന്ന വാഗ്ദത്തത്തോടെ 66-ാം അധ്യായം അവസാനിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഇസ്രായേലിൻ്റെ ദൈവത്തോടുള്ള മത്സരത്തിൻ്റെ വിവരണത്തോടെ ആരംഭിച്ച് ഇസ്രായേലിൻ്റെ യഥാസ്ഥാനത്തെത്തിക്കുന്ന വാഗ്ദത്തത്തോടെ ഈ അധ്യായങ്ങൾ അവസാനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതാണ് യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെതായ ഉള്ളടക്കം. അതേ ആശയം തന്നെയാണ് വേദപുസ്തകത്തെ മൊത്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വേദപുസ്തകത്തിൽ 66 അധ്യായങ്ങൾ അല്ലെങ്കിൽ 66 പുസ്തകങ്ങൾ. അതിനെ 2 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന്, പഴയ നിയമം 39 പുസ്തകങ്ങൾ പഴയ നിയമ ഭാഗങ്ങളായിട്ടും 27 പുസ്തകങ്ങൾ പുതിയ നിയമ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ ആദ്യത്തെ 39 അധ്യായങ്ങൾ പഴയ നിയമവും 27 അധ്യായങ്ങൾ പുതിയ നിയമ പുസ്തകങ്ങളുമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമ പുസ്തകങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും
ന്യായവിധിയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇതേ ആശയം തന്നെയാണ് യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 1 മുതൽ 39 വരെയുള്ളതായ അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഒരേ താരതമ്യം. ദൈവത്തിന് സ്തോത്രം ചെയ്തു. അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ പുതിയ നിയമ പുസ്തകങ്ങൾ മശീഹായിലൂടെ രക്ഷ വാഗ്ദത്തം ചെയ്യുന്നു. ആ 27 പുസ്തകങ്ങളിൽ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ മശീഹായിലൂടെ രക്ഷ വാഗ്ദത്തം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ എക്സാമ്പിൾ, ഉദാഹരണം തന്നെയാണ് യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം മുതൽ 66 വരെയുള്ളതായ അധ്യായങ്ങൾ തൻ്റെ ദാസനിലൂടെ ഭാവിയിൽ രക്ഷ വാഗ്ദത്തം ചെയ്യുന്നു. തുല്യ താരതമ്യ പഠനങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇനി വേദപുസ്തകത്തിൽ 5-ാം ഭാഗമായിട്ട് നമുക്ക് കാണുന്നത് ദൈവത്തോടുള്ള മനുഷ്യന്റെ അനുസരണക്കേടിന്റെ വിവരണത്തോടെ ആരംഭിച്ച്, അതായത് വേദപുസ്തകം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തോടുള്ള മനുഷ്യന്റെ അനുസരണക്കേടിന്റെ വിവരണത്തോടെ ആരംഭിച്ച് ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ വാഗ്ദത്തത്തോടെ അവസാനിക്കുന്നു വേദപുസ്തകം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് വേദപുസ്തകത്തിൽ പഴയ നിയമം 39 ഭാഗങ്ങളിൽ ദൈവത്തോടുള്ള മനുഷ്യന്റെ അനുസരണക്കേടിന്റെ വിവരണത്തോടെ ആരംഭിച്ച് പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ വാഗ്ദത്തത്തോടെ അവസാനിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ യെശയ്യാ പ്രവചനവും വേദപുസ്തകം ഒരേ തട്ടിൽ, ഒരേ ചിന്തയിൽ, ഒരേ ആശയത്തിൽ കഴിയുന്നത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, അതുകൊണ്ടാണ് ഇതിനകത്ത് ബൈബിളിലെ ഒരു വിശുദ്ധ, അല്ലെങ്കിൽ ഒരു മിനി ബൈബിളായിട്ട് ഈ യെശയ്യാ പ്രവചനം നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അവൻ്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും എല്ലാം സവിസ്താരമായിട്ട് ഈ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആഴമേറിയ വചനങ്ങൾ ഏതെല്ലാം സത്യത്തെ വെളിപ്പെടുത്തുന്നു, നീതിയെ വെളിപ്പെടുത്തുന്നു, അവൻ്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തുന്നു എന്നെല്ലാം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. വീണ്ടും നമുക്ക് മടങ്ങി വരാം. യെശയ്യാ പ്രവചനം കഴിഞ്ഞ ലക്കത്തിൽ ഞങ്ങളോട് സംസാരിച്ചത് യെശയ്യാ പ്രവചനം 1-ാം അധ്യായം മുതലാണ്. എൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, സിയോനിൽ നിന്നും ഉപദേശവും യെരൂശലേമിൽ നിന്നും യഹോവയുടെ വചനവും പുറപ്പെടുന്നു. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സൈന്യങ്ങളുടെ യഹോവയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ പരിശുദ്ധന്റെ വചനത്തെ നിന്ദിച്ചു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സൈന്യങ്ങളുടെ യഹോവയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച്, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ വചനത്തെ നിന്ദിച്ചു കളഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥ ഇവിടെ പ്രവാചകനിൽ കൂടി വെളിപ്പെടുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 8-ാം വാക്യം, കർത്താവ് യാക്കോബിനൊരു വചനം അയച്ചു, അത് ഇസ്രായേൽ മേൽ വീണുമിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് യാക്കോബിനൊരു വചനം അയച്ചു, അത് ഇസ്രായേൽ മേൽ എന്തിരിക്കുന്നു? വീണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ വിവിധ രീതികളിൽ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. 24-ാം അധ്യായം വായിക്കുമ്പോൾ 3-ാം വാക്യം, ഭൂമിയെ ശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും, യഹോവയല്ലോ ഈ വചനം അരുളിച്ചേരിക്കുന്നത്. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ഭൂമിയെ ശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും, യഹോവയല്ലോ ഈ വചനം അരുളിച്ചേരിക്കുന്നത് എന്ന് പറഞ്ഞാൽ
ആകാശം ചുരുളുപോലെ മാറിപ്പോയാലും, ഭൂമി എൻ്റെ അടിസ്ഥാനം വിട്ട് ഇളകി മാറിപ്പോയാലും ദൈവത്തിന് വചനത്തിൽ എന്തില്ല, മാറ്റം വരില്ല. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും വചനത്തിൽ ആശ്രയിക്കുന്ന, വചനത്തിൽ കൂടിയുള്ളതായ പ്രത്യാശ, വചനത്തിൽ കൂടി നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന നിശ്ചിത അവകാശമാക്കുവാൻ ഇന്ന് പലക്കാലം ഈ വചന കേൾവി നിങ്ങൾക്ക് സഹായകരമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യെശയ്യാപ്രവചനം 28-ാം അധ്യായത്തിന് 14-ാം വാക്യം വായിച്ചു. അതുകൊണ്ട് യെരൂശലേമിലെ ഈ ജനത്തിന്റെ അധിപതികളായ പരിഹാസികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ദൈവം എത്ര നന്മകൾ ചെയ്തിട്ടും ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മറന്ന് ഇസ്രായേൽ ജനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിന് അവരോടുള്ളതായ സ്നേഹം, ദൈവത്തിനായ ആ ജനതയോടുള്ളതായ കരുണ എത്ര വിലയേറിയതാണെന്നും എത്ര അതിമഹത്തായതാണെന്നും ദൈവത്തിന്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 28-ാം അധ്യായത്തിന് 23-ാം വാക്യം വായിക്കുമ്പോൾ, ചെവി തന്ന് എൻ്റെ വാക്ക് കേൾപ്പീൻ, ശ്രദ്ധ വെച്ച് എൻ്റെ വചനം കേൾപ്പീൻ. ഹല്ലേലൂയ. ശ്രദ്ധയോടെ കേൾക്കുക, ജാഗ്രതയോടെ കേൾക്കുക. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. വചനത്തിൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ഹല്ലേലൂയ. വചനം കേൾക്കുന്നവർ എത്ര ശ്രദ്ധയോടുകൂടി ഭയത്തോടുകൂടി ഇരുന്ന് ദൈവവചനം കേൾക്കുവാൻ, ദൈവവചനത്തിൽ കൂടി നമ്മളെ പ്രഘോഷിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ആളും അല്ലെങ്കിൽ ദൈവവചനം പ്രസംഗിക്കുന്ന ആളും അതുപോലെ തന്നെ എന്ത് ചെയ്യണം? വളരെ ഭയത്തോടുകൂടി വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായ ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ വചനം എന്നുള്ളത്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം നമുക്ക് കാണുവാനും കഴിയുന്ന ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നവരും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. ഈ പ്രവചന പുസ്തകത്തിലെ വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഒരുപോലെ ഭാഗ്യവാന്മാരാണ്. ഞാനും നിങ്ങൾ ഒരുപോലെ ഭാഗ്യവാന്മാരായതുകൊണ്ട് വളരെ ഭയത്തോടുകൂടി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതായ ഒരക്ഷരം പോലും അതിന് വ്യത്യാസം വരുത്തുവാൻ ഇടയാകാതെ വണ്ണം വളരെ ജാഗ്രതയോട് ദൈവസേന ഇരുന്നുകൊണ്ട് വചനം കേൾക്കുവാൻ, പഠിക്കുവാൻ, അനുസരിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ നാം ഒരിക്കലും അതിനെ നഷ്ടമാക്കി കളയാതെ വണ്ണം ദിവസങ്ങളായി ഏതെല്ലാം മാധ്യമങ്ങളിൽ കൂടി, ഏതെല്ലാം മീഡിയയിൽ കൂടി ദൈവനും ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം ശ്രദ്ധയോടെ കേട്ട് അതെല്ലാം ജീവിതത്തിൻ്റെ അനുഭവമാക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഉപദേശം തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് പലക്കാലം വീണ്ടും ആ യെശയ്യാപ്രവചനത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 29-ാം അധ്യായം മുതൽ 45-ാം അധ്യായം വരെയുള്ളതായ ഭാഗങ്ങളിൽ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചില വാക്യങ്ങളെക്കുറിച്ചും മാത്രം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 29-ാം അധ്യായം മുതൽ 45-ാം അധ്യായം വരെയുള്ളതായ ഈ അധ്യായങ്ങളിൽ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ളതായ ശക്തി എപ്രകാരമാണ് പരിശുദ്ധാത്മാവും രേഖപ്പെടുത്തിയിരിക്കുന്നതായ കാര്യം അല്പസമയം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, ഇങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്താണ് യെശയ്യാപ്രവചനം നമുക്ക് കാണുവാൻ കഴിഞ്ഞത്? ഹല്ലേലൂയ. 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നാം വായിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് മുദ്രയിടപ്പെട്ടതായ വചനമാണ്. വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുമ്പോൾ ഇതിനെ മുദ്രയിടരുത്. വേറൊരു ഭാഗത്ത് കാണിക്കുമ്പോൾ മുദ്രയിട്ടിരിക്കുന്നു.
കാരണം തുറക്കേണ്ട സമയവും ഇതിൻ്റെതായ സത്യങ്ങൾ പുറത്തു വരേണ്ടതായ സമയങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെതായ സകല വചനങ്ങളും സകല ദർശനങ്ങളും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെയായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് മുദ്രയിട്ട് സൂക്ഷിക്കപ്പെടുവാനുള്ളതല്ല ഈ അന്ത്യകാലത്ത്. കാരണം വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ മുദ്ര പൊട്ടിപ്പാൽ ഞാൻ ഒരുവിനെ കണ്ട് പ്രൈസിൽ നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് മുദ്രയിട്ട് സൂക്ഷിക്കുവാനുള്ളതല്ല. ഈ അന്ത്യകാലത്ത് അതിൻ്റെതായ സത്യങ്ങൾ, അതിൻ്റെതായ മർമ്മങ്ങൾ വെളിപ്പെടുത്തേണ്ടത് ആവശ്യമായിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യെശയ്യാപ്രവചനം 29-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 29-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം എത്ര സന്നിഗ്ധമായിട്ടാണ് തന്റെ ദാസനായ പ്രവാചകനിൽ കൂടി ദൈവം അരുളിച്ചേടിക്കുന്നത്. അന്നാളിൽ, ഏത് നാളിൽ? അന്ത്യകാലമാകുമ്പോൾ. ഹല്ലേലൂയ. ചെകിടന്മാരായവരും മുടന്തന്മാരായവരും കുരുടന്മാരായവർക്കും പ്രൈസ് ദി ലോർഡ് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവി എന്തായിട്ട് മാറുകയാണ്? അതവർക്ക് പ്രകാശമായി മാറുന്നു. ദൈവത്തിന് സ്തോത്രം. അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ, തിരുവചനത്തിലെ പുസ്തകത്തിലെ വാക്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായ വചനങ്ങൾ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്, സത്താൻ അനേക ഹൃദയങ്ങളെ കുരുടാക്കി വച്ചിരിക്കുക. ദൈവത്തിന് വചനം കേൾക്കാതിരിക്കുക. അവളുടെ കണ്ണുകളെ കുരുടാക്കി വയ്ക്കുക, അവളുടെ ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുക. എന്തിനാണ്? ദൈവത്തിന് വചനം കേൾക്കാതിരിക്കുവാൻ. അന്ധന്മാരായി മാറിയിരിക്കുക, ചെകിടന്മാരായി മാറിയിരിക്കുക, കുരുടന്മാരായി മാറിയിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് മുദ്രയിട്ട് വയ്ക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പാലക്കാടിനെ കേൾക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ ഈ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം നിങ്ങളുടെ കുരുട്ട് കണ്ണുകളെ മാറ്റുന്നു, നിങ്ങളെ അന്ധകാരത്തെ പ്രകാശമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വചനത്തിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ജ്ഞാനം പ്രാപിപ്പാൻ ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അന്ത്യകാലമാകുമ്പോൾ ഹല്ലേലൂയ പ്രവചനം പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകലയിടത്തിന്മേൽ ആത്മാവിനെ പകരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതായ ഈ അന്ത്യകാലഘട്ടത്തിൽ ഹല്ലേലൂയ അനേക കുരുടന്മാർ കാഴ്ച പ്രാപിക്കുന്നു, ചെകിടന്മാർ അവരുടെ കേൾവി തുറന്നു കിട്ടുന്നു, അന്ധന്മാർ പ്രൈസ് ദി ലോർഡ് അവരുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കാരണം ദൈവത്തിന്റെ വചനത്തിൽ എന്തുണ്ട്? ശക്തിയുണ്ട്. ഹല്ലേലൂയ. ശക്തിയുള്ള വചനമാണ് ദൈവം അയക്കുന്നത്. ശക്തിയുള്ള വചനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ വചനം സംസാരിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ വചനത്തിൻ്റെതായ ആഴങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വാങ്ങിയെല്ലുമ്പോൾ നമ്മുടെ കുരുട്ട് കണ്ണുകളെ മാറ്റി, നമ്മുടെ അന്ധതകളെ മാറ്റി, നമ്മുടെ നിർജീവാവസ്ഥയെ മാറ്റിയെടുത്തുകൊണ്ട് പുതുബലത്തോടും പുതിയ ശക്തിയോടും ഈ നാളുകളായി മുന്നേറുവാൻ ദൈവാത്മാവ് എന്ന് വാക്കാൽ നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് വാക്കാൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? മടങ്ങി വരാം. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഏറ്റെടുക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ശക്തിയോടെ മുന്നേറുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനി 30-ാം അധ്യായത്തിന് 12-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ
ഈ വചനത്തെ നിരസിച്ചു കളയുകയും പീഡനത്തിനും വക്രതയിലും ആശ്രയിച്ച് ചാരി നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട്. ഹല്ലേലൂയ. 30-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ എന്താണ് ദൈവത്തിന് വചനം പറയുന്നത്? ആകയാൽ ഇസ്രായേലിന്റെ പരിശുദ്ധന് പ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ഈ വചനത്തെ നിരസിച്ചു കളയുകയും പീഡനത്തിനും വക്രതയിലും ആശ്രയിച്ച് ചാരി നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ഈ അകൃത്യം നിങ്ങൾക്ക് ഉയർന്ന ചുവരിൽ ഉന്തി നിൽക്കുകയും പെട്ടെന്ന് ഒരു മാത്ര കൊണ്ട് വീഴുന്നതുമായ ഒരു പൊട്ടൽ പോലെ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടാ ഇങ്ങനെയുള്ളതായ അനർത്ഥങ്ങൾ സംഭവിക്കുന്നത്? വചനത്തെ നിരസിച്ചു, വചനത്തെ ഏറ്റെടുത്തില്ല. വചനത്തിന്റെ ശക്തി എന്താണെന്ന് അറിഞ്ഞിട്ടും അത് അംഗീകരിച്ചു കൊടുക്കാൻ പൂർണ്ണ മനസ്സില്ലാതെ നിരസിച്ച് കളയുമ്പോഴാണ് പ്രൈസലോ ദൈവത്തിൻ്റെതായ ക്രോധത്തിന്റെ അഗ്നി ഭൂമിയുടെ മേൽ ചെറിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ അന്ത്യകാലത്തിലും ഇതുവരെയും ലോകത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉദ്ദേശം എന്താണ്? ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിനൊരു കരമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് ദൈവം ലോകത്തെ അല്ലെങ്കിൽ മനുഷ്യവർഗത്തെ മുഴുവനും നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധന്റെ വചനത്തെ എന്ത് ചെയ്തു? നിരസിച്ചു കളഞ്ഞു. ആർക്കും വചനം കേൾക്കുവാൻ സമയമില്ല, ആരാധിക്കുവാൻ സമയമില്ല, പ്രാർത്ഥിക്കുവാൻ സമയമില്ല. വചനത്തിന് മുൻപാകെ ഇരുന്ന് ധ്യാനിക്കുവാനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ അതിന് വചനത്തിന് ശക്തി ഏറ്റെടുക്കുവാനോ സമയമില്ല. എല്ലാവരും ബിസിയാ. എന്തിന്റെ ബിസി? എല്ലാവരും തിരക്കാ. എന്തിനു വേണ്ടിയുള്ള തിരക്ക? പ്രൈസ് ദി ലോർഡ്. ദൈവം അതിനെല്ലാം അന്ത്യം കുറിച്ചുകൊണ്ട്, ദൈവം അതിനെല്ലാം വിരാമമിട്ടുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പദ്ധതി ദൈവം ലോകമെമ്പാടും ഒരേ ടൈമിൽ ഒരേ സമയത്ത് തന്നെ ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാനും നിങ്ങൾ മറന്നു പോകൽ. എന്തുകൊണ്ട്? ദൈവത്തിന്റെ വചനത്തോട് മത്സരിച്ചത് കൊണ്ട്. ആത്മീയമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ, പ്രൈസ് ദി ലോർഡ്, ആരാധനയ്ക്ക് ഏറ്റവും താമസിച്ച് ചെല്ലുക, നേരത്തെ ഇറങ്ങിപ്പോരുക. ഇവിടെ മീറ്റിങ്ങിന് കൂടുവാൻ സമയമില്ല. ഒരു ബൈബിൾ ക്ലാസ് വെച്ചാൽ ദൈവത്തിന് വചനം പഠിക്കുവാൻ ആളില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം എക്കാലത്തും ഇങ്ങനെ വിടുന്നില്ല എന്നുള്ളതായ ഒരു മുന്നറിയിപ്പാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം ലോകത്തിൽ മനുഷ്യവർഗത്തോട് ഭൂമിയിൽ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സന്ദർശനം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇസ്രായേലിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അവരെപ്പോഴും തെറ്റിപ്പോന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. പ്രവേശിച്ചോ? ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തെത്തുവാൻ കഴിഞ്ഞോ? ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൻ്റെതായ ആഴങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകന്മാരിൽ കൂടി അപ്പോസ്തലന്മാരിൽ കൂടി പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശങ്ങൾ അതേ പടുതി ആശ്രയിച്ചുകൊണ്ട് അതിൽ പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ശക്തിയോടെ മുന്നേറെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഈ ന്യായവിധികളിൽ നമുക്ക് ഒഴിവുള്ളതായി തീരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാനും നിങ്ങളും ആരായിരിക്കരുത്? ദൈവത്തിന്റെ വചനത്തെ നിരസിച്ച് തള്ളിക്കളയുന്നവരായിരിക്കരുത്. ദൈവം തരുന്നതായ മുന്നറിയിപ്പുകളുണ്ട്. ദൈവം പല മുന്നറിയിപ്പുകളും ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അത് വായിച്ചെങ്കിലോ അത് പഠിച്ചെങ്കിലോ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ മുന്നറിയിപ്പുകളെ ഒരിക്കലും നിരസിച്ച് കളയാതെ, തള്ളിക്കളയാതെ ദൈവത്തിന്റെ വചനത്തിൻ്റെതായ ആഴങ്ങൾ അറിഞ്ഞ് ഗ്രഹിച്ച് വളരെ ഭയത്തോടുകൂടി ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ വചനം നമ്മളെ ഉപദേശിക്കുന്നു. വചനം നമുക്ക് വഴികാട്ടിത്തായി മാറുന്നു.
ഹല്ലേലൂയ. ഇനി 31-ാം അധ്യായത്തിന് 2-ാം വാക്യം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. 31-ാം അധ്യായത്തിന് 2-ാം വാക്യം. അവൻ അനർത്ഥം വരുത്തും, തൻ്റെ വചനം മാറ്റുകയില്ല. അവൻ ദുഷ്കർമ്മികളുടെ ഗ്രഹത്തിനും ദുഷ്പ്രവർത്തിക്കാരുടെ സഹായത്തിനും വിരോധമായി എഴുന്നേൽക്കും. മിസ്രയീമ്യർ ദൈവമല്ല മനുഷ്യരത്രേ, അവരുടെ കുതിരകൾ ആത്മാവല്ല ജഡമത്രേ. യഹോവ തൻ്റെ കൈ നീട്ടുമ്പോൾ സഹായിക്കുന്നവൻ ഇടറുകയും സഹായിക്കപ്പെടുന്നവൻ വീഴുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചു പോവുകയും ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ പ്രവാചകനിൽ കൂടി 31-ാം അധ്യായത്തിലേക്ക് ദൈവം കുറിക്കുകയാണ് എന്താ? എന്നാൽ അവൻ ജ്ഞാനിയാകുന്നു. പ്രൈസലോ. അവൻ അനർത്ഥം വരുത്തും. ആര്? ദൈവം അനർത്ഥം വരുത്തും. പ്രൈസലോ. കാരണം എന്താ? നിങ്ങൾ ഈ വനത്തെ നിരസിച്ച് കളഞ്ഞതുകൊണ്ട്, വനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് പ്രവാചകനിൽ കൂടി പിന്നെയും ദൈവം അരുളി ചെയ്യുകയാണ്. പ്രൈസലോ. അവൻ അനർത്ഥം വരുത്തും, തൻ്റെ വചനം മാറ്റുകയില്ല. ദൈവത്തിൻ്റെ വചനത്തെ മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യകാര്യങ്ങളെ പ്രൈസലോ ദൈവം അവൻ ഒരിക്കലും എന്ത് വരുത്തത്തില്ല, മാറ്റം വരുത്തില്ല. ഹല്ലേലൂയ. അവൻ അനർത്ഥം വരുത്തും, തൻ്റെ വചനം മാറ്റുകയില്ല. അവൻ ദുഷ്കർമ്മികളുടെ ഗ്രഹത്തിനും ദുഷ്പ്രവർത്തിക്കാരുടെ സഹായത്തിനും വിരോധമായി എഴുന്നേൽക്കും. സത്യമല്ലേ? വാസ്തവമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ? ചെറിയവനെന്നോ വലിയവനെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ രാജ്യത്തിൻ്റെ പ്രസിഡന്റെന്നോ പ്രധാനമന്ത്രിയെന്നോ താഴേക്കിട ഇറങ്ങിച്ചെന്നാൽ പ്രൈസലോ ദരിദ്രനെന്നോ ഒന്നുമില്ലാത്തതെന്നോ വ്യത്യാസം കൂടാതെ ഒരുപോലെ ഏതൊരുവന്റെയും ഹരുടിമേൽ ആ ദൈവത്തിൻ്റെതായ ക്രോധത്തിൻ്റെ അഗ്നിയെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ, ഞാനും നിങ്ങളും ആരായിരിക്കണം? പ്രൈസലോ. ഞാനും നിങ്ങളും എങ്ങനെയുള്ളവരായിരിക്കണം? ആ വനത്തെ യഥാർത്ഥമായി അനുസരിച്ചുകൊണ്ട് വളരെ ഭയത്തോടുകൂടി ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, വാക്കുമാറാത്തവൻ, ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാമെന്ന് പറഞ്ഞവൻ, കലങ്ങേണ്ട എന്ന് പറഞ്ഞവൻ, ഹല്ലേലൂയ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവൻ, ഇന്ന് പലക്കാലം ആ ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ മറന്നു പോകല്ലേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ആ വനത്തിന് ശക്തി ഏറ്റെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നേനും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ ദൈവം പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള കരം നീട്ടി ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഞാൻ നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് ശക്തി ഏറ്റെടുക്കുക, ബലം പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് 43-ാം അധ്യായത്തിലേക്ക് കടന്നൊരു പ്രകാരം കാണുന്നു, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകനാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അനുസരിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്തൊരു വ്യക്തിക്ക് വേണ്ടിയുള്ളതായ ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങളാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ആ 43-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എത്ര ഉറപ്പുള്ള വചനമാണ്, എത്ര മാറ്റമില്ലാത്ത വചനമാണ് ദൈവം നമുക്ക് ദിനംതോറും തന്നുകൊണ്ടിരിക്കുന്നത്.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പലക്കാലം ഈ ദൈവത്തിൻ്റെ വരത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വചനം ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ പ്രൈസലോ വീഴാതെ വണ്ണം താഴാതെ വണ്ണം നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഉറപ്പുള്ളതായ വാഗ്ദത്തം ദൈവം നമുക്ക് തരുന്നുണ്ട്. പലക്കാലം വരത്തിൽ ശക്തി ഏറ്റെടുക്കുവാൻ ഞാനും നിങ്ങളും ധൈര്യത്തോടെ മുന്നോട്ട് വന്നെങ്കിൽ അത്ര നന്നായിരുന്നേ. അന്തിമ ദുർഘട സമയമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മാറ്റമില്ലാത്ത വനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും അക്ഷരം പറഞ്ഞ് നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ ഞാനും നിങ്ങളും ആരായിരിക്കണം? ഹല്ലേലൂയ. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ 9-ാം വാക്യം വായിക്കുമ്പോൾ, സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ എഴുന്നേറ്റ് എൻ്റെ വാക്ക് കേൾപ്പീൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ എൻ്റെ വചനം കേൾപ്പീൻ. 1 സ്വൈര്യമായിരിക്കുന്നവർ, 2 ചിന്തയില്ലാതിരിക്കുന്നവർ. ആ 39-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ സ്വൈര്യമായിരിക്കുക, വെറുതെ ഇരുന്നാലും വെറുതെ സമയം കളഞ്ഞാലും ദൈവത്തിന് വചനം വായിക്കാൻ സമയം കണ്ടെത്തുകയില്ല. സ്വൈര്യമായിരിക്കുക, വെറുതെ ഇരുന്ന് വിശ്രമിക്കുക. അല്പനിമിഷം കിട്ടുമ്പോൾ ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്ന വചനത്തിൽ കൂടി, ദൈവശബ്ദം എന്താണ് എന്നെ ആശ്വസിപ്പിക്കുന്നത് കേൾക്കുവാൻ താല്പര്യത്തോടെ ദൈവത്തിന് വചനം തുറക്കുമോ? അത് വായിക്കുന്നുണ്ടോ? ഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? സമയം അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടോ? 1 സ്വൈര്യമായിരിക്കുന്നവർ, 2 ചിന്തയില്ലാത്തവർ. 2 വിഷയങ്ങളാണ് അവിടെ പ്രവാചകൻ എടുത്തു പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് പ്രവാചകനിൽ കൂടി നൂറ്റാണ്ടുകൾക്ക് മുൻപേ ലോകത്തോട് അറിയിച്ചിരിക്കുന്നത്. സ്വൈര്യമായിരിക്കുക, വിശ്രമിക്കുക, ഒന്നിനും പ്രൈസിലും പോകുവാൻ താല്പര്യമില്ലാതെ. 2 ചിന്തയില്ലാതിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭക്തനും പാടിയത് പ്രൈസിലോ, നാളെ എന്തെന്നറിയുവാ ത്രാണിയില്ലാത്ത ഞങ്ങൾ, നാളെ എന്തെന്നറിയുവാ ത്രാണിയില്ലാത്ത ഞങ്ങൾ, നാളെ കാണുന്ന നിൻ പാദത്തിൽ വന്നിടുന്നു, നാളെ കാണുന്ന നിൻ പാദത്തിൽ വന്നിടുന്നു. എന്നെ വിളിച്ചിടുക, ഉത്തരം ഞാൻ നൽകിടാം. എന്നെ വിളിച്ചിടുക, ഉത്തരം ഞാൻ നൽകിടാം. എന്താ നിൻ വാക്കുള്ളതാ, ഇപ്പോൾ ഞാൻ വന്നിടുന്നു. എന്താ നിൻ വാക്കുള്ളതാ, ഇപ്പോൾ ഞാൻ വന്നിടുന്നു. പ്രാർത്ഥന ചെയ്തിടുവാ, പ്രാപ്തിയാരുളിടുക. സ്വൈര്യമായിരിക്കുന്നവരെ, ചിന്തയിലായിരിക്കുന്നവരെ, ഹല്ലേലൂയ. ആ പാട്ടിൽ കൂടി നമ്മളെ ഓർപ്പിക്കുന്നത് എന്താ? പ്രാർത്ഥന ചെയ്തിടുവാൻ എന്നെ ആരണം പ്രാപ്തനാക്കണം. ചിന്തയിലായിരിക്കുന്നവരോട് പറയുകയാണ്, ഹല്ലേലൂയ, നാളെ എന്തെന്നറിയുവാൻ ത്രാണിയില്ലാത്ത നിങ്ങൾ, നാളെ കാണുന്ന നിൻ പാദത്തിൽ വന്നിടുക. ഹല്ലേലൂയ. നാളെ എന്തു സംഭവിക്കും? മറ്റന്നാൾ എന്തായിത്തീരും? ലോകത്തിന് ഗതി എങ്ങോടാ വയ്ക്കൊണ്ടിരിക്കുന്നത്? ദൈവം എങ്ങോടാ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രൈസിലോ. ഇതെല്ലാം ആഴമേറിയ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന് വചനം ധ്യാനിക്കണം, പഠിക്കണം, അതിൻ്റെ സത്യങ്ങളെ അറിഞ്ഞിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെയും ജീവിത സമയത്ത്, ജീവിതഘട്ടങ്ങളിൽ എന്തുമാത്രം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ യെശയ്യാ പ്രവചനത്തിലാ പറഞ്ഞിരിക്കുന്ന പ്രൈസിലോ, ഈ ജനത്തിന് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കരുത്. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു വചനം ഉപയോഗിക്കേണ്ടതായിട്ട് വന്നത്? പ്രാർത്ഥിക്കേണ്ട സമയത്ത്
ചിന്തിക്കേണ്ട സമയത്ത്, പ്രൈസലോ, ധ്യാനിക്കേണ്ട സമയത്ത് അത് ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ നിലവിളിച്ചാൽ ദൈവം എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രവാചകനിൽ കൂടി പറഞ്ഞിരിക്കുന്നത്, ഈ ജനത്തിനു വേണ്ടി എന്നോട് എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത്, നിലവിളിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾ നിലവിളിക്കും, ഞാൻ എന്ത് ചെയ്യും? ഞാൻ കേൾക്കയില്ല. ഇന്ന് പലക്കാലം നമ്മുടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക ഒന്നും ഒരു മടങ്ങി വരുന്നേ നമുക്ക് ആവശ്യമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. വെറുതെ സമയങ്ങൾക്ക് കളയാതെ, വെറുതെ സ്വൈര്യമായിരിക്കാതെ, യാതൊരു ചിന്താകളുമില്ലാതെ, പ്രൈസലോ, ചിന്തയില്ലാതിരിക്കുന്ന ആയവരോട് ദൈവത്തിന്റെ ആത്മാവ് അർപ്പിക്കുക. ഹല്ലേലൂയ. മടങ്ങി വാ. അവരോടാണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏതെല്ലാം ക്ലേശങ്ങളോ, ദുരിതങ്ങളോ, കഷ്ടതകളോ, നെടുവീർപ്പുകളോ, ബുദ്ധിമുട്ടുകളോ, പട്ടിണിയോ, വൈദാഹമോ, പ്രൈസലോ എന്തു വന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോഴും, നീ അഗ്നിയിൽ കൂടി കിടക്കുമ്പോഴും ഇതൊന്നും നിന്നെ എന്ത് ചെയ്യത്തില്ല? മുക്കിക്കളയത്തില്ല. കാരണം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാ. ദൈവത്തിന് നീ എനിക്കുള്ളവൻ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ധൈര്യത്തോടെ മുന്നേറിയെങ്കിൽ മാത്രമേ നമുക്ക് അവരിൽ നിന്നുള്ളതായ വിടുതൽ പ്രാപിക്കുവാൻ കഴിയത്തുള്ള. ദൈവത്തിന് സ്തോത്രം ചെയ്യും. 40-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന് വചനമോ എന്തേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. ദൈവത്തിന് സ്തോത്രം. എന്താ വചനം പറയുന്നത്? പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന് വചനമോ എന്തേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. സുവാർത്താദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്താദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. ഹല്ലേലൂയ. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യും. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഹല്ലേലൂയ. ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ഉറപ്പുള്ള വചനം, ധൈര്യപ്പെടുത്തുന്ന വചനം, ബലപ്പെടുത്തുന്ന വചനം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ബലം കുറഞ്ഞുപോയി, ക്ഷീണം സംഭവിച്ചിരിക്കുക. ഹല്ലേലൂയ. എന്ത് ചിന്തിച്ച് നോക്കിയാലും പ്രൈസലോ, നിരാശക്കുള്ള വഴി മാത്രമാണ് എല്ലാ മനുഷ്യരുടെയും മുൻപിലുള്ളത്. എന്നാൽ ഇന്ന് പലക്കാൽ ദൈവത്തിന്റെ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പ് തരുന്നു. ഹല്ലേലൂയ. ഇതാ യഹോവയായ കർത്താവും ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യും. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. നമുക്കൊരു പ്രതിഫലം തരുവാൻ. ഹല്ലേലൂയ. ഒരു നല്ല പ്രതിഫലം നമുക്ക് മേടിക്കുവാൻ, നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ പ്രതിഫലം വാങ്ങുവാൻ ഞാനും നിങ്ങളും ആരായിരിക്കണം? ഹല്ലേലൂയ. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും, തൻപേർക്കായി പാർത്തല്ലേ വിശ്വസ്തരായി. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും, തൻപേർക്കായി പാർത്തല്ലേ വിശ്വസ്തരായി. ഇവിധം ചെയ്താതൻ ശുദ്ധിമാൻ മാർഗണം വാങ്ങിടും സമ്മാനം സദസ്സിൽ. ഇവിധം ചെയ്താതൻ ശുദ്ധിമാൻ മാർഗണം വാങ്ങിടും സമ്മാനം സദസ്സിൽ. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ ജയം, അല്ലലെല്ലാം അങ്ങോ തീർന്നു പോകും. മനസ്സനാകണം നോക്കി നോക്കി നിന്നും
അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. ഞാനും നിങ്ങളും പ്രതിഫലം മേടിക്കുവാൻ, പ്രതിഫലം പ്രാപിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഇവിടെ പറയാണ്, വാനസേനകളെല്ലാം എന്ത് ചെയ്യും? അത്ഭുതമായി ദൂതന്മാർ നോക്കി നിൽക്കുക. ആ പ്രതിഫലം പ്രാപിക്കണമോ? പ്രതിഫലം മേടിക്കണമോ? ഹല്ലേലൂയ ദൈവത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ഈ നാളുകളായി ദൈവത്തെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞ്, ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിച്ച്, ഭയപ്പെടേണ്ട രീതിയിൽ ഭയപ്പെട്ടുകൊണ്ട്, വചനം ഏറ്റെടുക്കേണ്ട രീതിയിൽ വചനം ഏറ്റെടുത്തുകൊണ്ട് ധൈര്യത്തോടെ മുന്നേറുവാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരോട് ദൈവം പറയുന്നത്, ഇതാ ഞാൻ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. ഹല്ലേലൂയ. ഇന്ന് വർക്കാലം ബലഹീനരായ നമുക്ക് ബലവാനായ ദൈവത്തിന് ബലമുള്ള കരം നീട്ടി എന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വഴികളെ ഓർത്തുകൊള്ളുക. മടങ്ങി വാ. ദൈവത്തിന് സ്തോത്രം. നാളുകളായി മടങ്ങി വന്നുകൊണ്ട് ദൈവത്തിന് സന്നിധിയിൽ താഴ്മയോട് വിനയത്തോടും കൂടി അടുത്തു വന്നു ദൈവത്തിന് വനത്തിൻ്റെതായ സത്യങ്ങളെ അറിയുക. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, ഇതെല്ലാം പുല്ല് പോലെ ഉണങ്ങിപ്പോകും, പൂ പോലെ പുഷ്പം പോലെ വാടിപ്പോകും, എന്നാ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം, ആ വചനത്തിൽ ആശ്രയിച്ചിട്ട് മുന്നേറുവാൻ ഇന്ന് വർക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒടുവിലായിട്ടൊരു വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്ന യശയ്യാപ്രവചനം 45-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. യശയ്യാപ്രവചനം 45-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 23-ാം വാക്യം. ഹല്ലേലൂയ. ഇപ്രകാരമാണ് വായിക്കുന്നത്. എന്നാണ് എൻ്റെ മുൻപിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാണ് എൻ്റെ മുൻപിൽ ഏത് മുഴങ്കാലും മടങ്ങും. സകല മുഴങ്കാലും യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യും? അവന്റെ മുൻപിൽ മടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഏതു നാമം സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞിലൊക്കെ നമ്മൾ ചിന്തിച്ചു, പ്രൈസ് ദി ലോർഡ്, മടങ്ങി വരാത്ത, പ്രവർത്തിച്ചല്ലാതെ ആ വചനം മടങ്ങി വരത്തില്ല, വിടുവിച്ചല്ലാതെ ആ വചനം മടങ്ങി വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പലക്കാല വചനത്തിന് ശക്തി ഞാനും നിങ്ങളും ഏറ്റെടുത്തെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്നു ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിനെ അനുസരിച്ചുകൊണ്ട് ഈ നാളുകളായി മുന്നേറുവാൻ ദൈവാത്മാവ് നമുക്ക് ഉപദേശം തരും. ദൈവാത്മാവ് നമുക്ക് ബുദ്ധി ഉപദേശിക്കും. വചനത്തിന് ശക്തി ഏറ്റെടുക്കുക, വചനം പ്രമാണിക്കുക, കൽപ്പന അനുസരിക്കുക. ധൈര്യത്തോടെ മുന്നേറുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് വൽക്കാലം ഹല്ലേലൂയ ആ ക്രൂശിൽ മരിച്ചവനായ ഹല്ലേലൂയ സ്വന്തം തോളിൽ തെളിയായിച്ച് പ്രാണനെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ഹല്ലേലൂയ മരിച്ചവനായ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനായ ആ യേശുവിനെ ഓർത്തുകൊള്ളുക, ചിന്തിച്ചു കൊള്ളുക. ഒന്ന് മടങ്ങി വന്നെങ്കിൽ എത്ര നന്നായിരുന്നേനും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവന്റെ ക്രൂശിൽ ഹല്ലേലൂയ അവനേറ്റതായ പങ്കപ്പാടുകൾ, അവനേറ്റതായ അടികൾ, അവനേറ്റതായ നിന്ന അവന്റെ മുഖത്തോട് തുപ്പി അവന്റെ ശരീരമെല്ലാം ഉഴച്ചാല് പോലെ ഒരു വലിച്ചു കുന്തം കൊണ്ട് അവന് വിനാപ്പുറത്ത് കുത്തി അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. എന്തിനു വേണ്ടിയാണ്? എന്നെയും നിങ്ങളെ രക്ഷിക്കുവാൻ, എന്നെയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ. ഇന്ന് വർക്കാല ദിവസത്തിലേക്ക് അടുത്തു വരുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ളതായ ഒരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു പഴയ പാട്ടാണ്. ആശ്ചര്യമേതും ആരാൾ വർണ്ണേച്ചിടാം, ആശ്ചര്യമേതും
ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 ആശ്ചര്യമേതും ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേതും ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 ചിന്തിയല്ലോ സ്വരക്തംബനിക്കാം ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കാൻ സ്വന്തമായ എല്ലാറ്റേയും വെടിഞ്ഞു ബന്ധമില്ലാത്തായി ഏഴയോർത്തും ബന്ധമില്ലാത്തായി ഏഴയോർത്തും വീണ്ടെടുത്തു എന്നെയും 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 വീണ്ടെടുത്തു എന്നെയും 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 ആശ്ചര്യമേതും ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേതും ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 ദൂരത്തിരുന്നായി ദ്രോഹിയാമെന്നെ ചാരത്താണ് ചിടുവാനേറ്റു കഷ്ടം ദൂരത്തിരുന്നായി ദ്രോഹിയാമെന്നെ ചാരത്താണ് ചിടുവാൻ ഏറ്റു കഷ്ടം കാരുണ്യനായകൻ കാൽവരി ക്രൂശൻ കാരുണ്യനായകൻ കാൽവരി ക്രൂശൻ കാട്ടിയതാ അൻപിതോ 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 കാട്ടിയതാ അൻപിതോ 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 ആശ്ചര്യമേതും ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേതും ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 ഉറ്റവർ വീട്ടിടവേ പ്രാണനാഥൻ ദുഷ്ടന്മാർക്കോ തിടവേ തൻവിലാവിൽ ഉറ്റവർ വീട്ടിടവേ പ്രാണനാഥൻ ദുഷ്ടന്മാർ കൊത്തിടവേ തൻവിലാവിൽ ഉറ്റ സഖി പോലും ഏറ്റുകൊള്ളുവാനാ ഉറ്റ സഖി പോലും ഏറ്റുകൊള്ളുവാനാ ഇഷ്ടമില്ലാതായല്ലോ അത്ഭുതം അത്ഭുതം ഇഷ്ടമില്ലാതായല്ലോ അത്ഭുതം അത്ഭുതം ആശ്ചര്യമേതും ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേതും ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 കാൽകരങ്ങൾ ഇരുമ്പാണികളാലെ ചേർത്തടിച്ചു പരനെ മരക്കുരിശിൽ കാൽകരങ്ങൾ ഇരുമ്പാണികളാലെ ചേർത്തടിച്ചും പരനെ മരക്കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ എനിക്കായി മരിച്ചു 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 എനിക്കായി മരിച്ചു 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 ആശ്ചര്യമേതും ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേതും ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 കൃപയേ
കൃപയേ കൃപയേ കൃപയേ കൃപയേ എന്തോ ഞാൻ രേഖിടും നിന്നോട് പേർക്കാൻ ചിന്തിക്കുകയും വെറും വേട ഞാനല്ലോ എന്തോ ഞാൻ രേഖിടും നിന്നോട് പേർക്കാൻ ചിന്തിക്കുകയും വെറും വേട ഞാനല്ലോ ഒന്നും എനിക്കിനി വേണ്ട ഈ പാരിൽ ഒന്നും എനിക്കിനി വേണ്ട ഈ പാരിൽ നിന്നെ മാത്രം സേവിക്കും 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 നിന്നെ മാത്രം സേവിക്കും 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 ആശ്ചര്യമേ ഇതു ആരാൾ വർണ്ണിച്ചിടാം ആശ്ചര്യമേ ഇതു ആരാൾ വർണ്ണിച്ചിടാം കൃപയേ 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 ദൈവത്തിന് കരുണയൊന്നു മാത്രം, ദൈവത്തിന് കൃപയൊന്നു മാത്രം. ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ദയ, ദൈവത്തിന് കരുണയാണ്. അതിന് വചനം കേൾക്കുവാൻ അവസരങ്ങൾ തന്നത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കരുണയാണ്. ആ ദൈവത്തിന്റെ കരുണയും കൃപയും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വന്ന് വചനത്തിന് ശക്തി ഏറ്റെടുത്തിന് മുന്നേറുവാൻ ഈ വചനങ്ങളാൽ ദൈവാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എവിടെ ഇരുന്ന് കേട്ടാലും ഹല്ലേലൂയ. ഭൂമിയുടെ 5 വൻകരകളിലായിരുന്നു ആരും ദൈവത്തിന് മാറ്റമില്ലാത്തവനും പ്രവർത്തിച്ചില്ലാതെ മടങ്ങത്തില്ല. ആ വചനത്തിന് ശക്തി ഏറ്റെടുത്തിന് മുന്നേറുവാൻ ദൈവാത്മാവും എനിക്ക് നിങ്ങൾക്കും സഹായമായി തീരട്ടെ. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരവസരം കൂടി ദൈവത്തിന് മാറ്റമില്ലാത്തവൻ സംസാരിക്കുവാൻ, കേൾവിക്കാർക്ക് അത് കേൾക്കുവാൻ, അനേകർക്ക് അത് അനുസരണമായി തിരുത്താവേ മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരുടെ ഹൃദയങ്ങളിൽ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ആശ്ചര്യമേ ഇതു ആരാർ വർണ്ണിച്ചിട്ടും കൃപയേ കൃപയേ കൃപയേ. അവിടുത്തെ കൃപയൊന്നു മാത്രമാണ്, അവിടുത്തെ ദയൊന്നു മാത്രമാണ്, അവിടുത്തെ മനസ്സിളവൊന്നു മാത്രമാണ്. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ടു, ഞങ്ങൾക്ക് വേണ്ടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ്. യേശുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ജനത്തെ അവിടെ ഒരുക്കിയെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. അവരനുഭവിക്കുന്ന ആ കഷ്ടതകൾ, ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവരുടെ കർത്താവേ, അവരുടേതായ എല്ലാ ആവശ്യങ്ങളും വരും. ഈ പൽക്കാല വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ വിടുതൽ, ഒരു വലിയ ആശ്വാസം ഈ ജനത്തിന് മധ്യ അവിടുത്തെ സ്വർഗം അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരെല്ലാവരും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വനത്തിൽ കൂടുതലായ അനുഗ്രഹം പ്രാപിച്ച് മുന്നേറുവാൻ സ്വർഗം അവർക്ക് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിന്റെ ഒരു നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയയോടെ കേൾക്കണം. ജീവനുള്ള പിതാവേ, ആമേൻ. ദൈവാത്മാവി വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത വചന കേൾവിക്ക് വേണ്ടി നിങ്ങൾ കടന്നു വരിക, പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് ഓർപ്പിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.